ഹിമാചൽ പ്രദേശിലെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 82ആയി. ജൂൺ 20 മുതൽ ജൂലൈ 6 വരെയുള്ള കണക്കാണ് സർക്കാർ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചത്. രണ്ടാഴ്ചക്കിടെ സംസ്ഥാനത്ത് 19 മേഘവിസ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 269 റോഡുകൾ ഭാഗികമായി തകർന്നതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, നിലവിൽ എന്താണ് സ്ഥിതി? ഉത്തരേന്ത്യയിൽ മൺസൂൺ ശക്തി പ്രാപിച്ചു വരികയാണ്. ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശിൽ തന്നെ എടുത്തു പറയേണ്ടത് മണ്ഡി ജില്ലയെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെയായി 20-ലധികം മരണങ്ങൾ മണ്ഡി ജില്ലയിൽ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏകദേശം 19 മേഘവിസ്ഫോടനങ്ങളിൽ 15 സംഭവിച്ചിരിക്കുന്നത് മണ്ഡി ജില്ലയിൽ തന്നെയാണ്. അങ്ങനെ മണ്ഡി ജില്ലയിലെ ജനജീവിതം ഏകദേശം സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ്. മാത്രമല്ല തുടർച്ചയായി മിന്നൽ പ്രളയങ്ങളും അതുപോലെ മണ്ണിടിച്ചിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മണ്ഡി ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് വിനോദസഞ്ചാരികൾ വളരെയധികം എത്തിക്കൊണ്ടിരിക്കുന്ന കുളുവിലേക്കും അതുപോലെ ഷിംലയിലേക്കും എല്ലാം തന്നെ വലിയ തോതിൽ ഈ മഴ പെയ്തിറങ്ങുന്നുണ്ട്. അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പല റോഡുകളും പ്രത്യേകിച്ചും ചെറുതും വലുതുമായിട്ടുള്ള 269 റോഡുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതിപ്പോൾ ഗതാഗതത്തിന് യോഗ്യമല്ല, അടച്ചിട്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മണാലിനെ അതുപോലെ കുളുവിനെ എല്ലാം തന്നെ ചണ്ഡീഗഡും ഡൽഹിയുമായിട്ടും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ദേശീയപാത, അതിനിടയിലും പലയിടത്തും മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു. ആ വഴിയുള്ള ഗതാഗതവും സാധ്യമാണെങ്കിൽ പോലും വളരെ ചെറുതായി അല്ലെങ്കിൽ അധികം ആളുകളെ കടത്തിവിടാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. പരമാവധി ആളുകൾ ആ യാത്രാ സഞ്ചാരമെല്ലാം തന്നെ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നതും. ജൂലൈ 9-ാം തീയതി വരെ കനത്ത മഴ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഹിമാചൽ പ്രദേശിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അവിടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വലിയ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 30-ലധികം ആളുകളെയാണ് ഇനിയും ഹിമാചൽ പ്രദേശിൽ മാത്രം കണ്ടെത്താനുള്ളത്. ശരി അർജുൻ, 30-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. സ്ഥിതി രൂക്ഷമായി തന്നെ തുടരുന്നു ഹിമാചൽ പ്രദേശിൽ. വിശദവിവരങ്ങളാണ് അർജുൻ പീതാംബരൻ നൽകിയത്.